കെഎസ്ആർടിസി ബസിന്റെ ചില്ല് തകർത്ത ദൃശ്യം അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സാഹചര്യം വിശദീകരിച്ച് കോട്ടയ്ക്കൽ സ്വദേശിയായ മുംതാസ് അത്യാവശ്യമായി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. എന്നാൽ അത് നിഷേധിക്കുന്ന നിലപാട് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ചെയ്യേണ്ടി വന്നതാണെന്ന് മുംതാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നില്ലെന്ന് മുംതാസ് വ്യക്തമാക്കി. തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഉണ്ടായെന്ന് അവർ തന്നെ പറയും. എന്തായിരുന്നു ഈ കെഎസ്ആർടിസി ബസ്സിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്താൻ കാരണം? പ്രത്യേകിച്ച് വലിയൊരു സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അപ്പം നിർത്തി തരില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എമർജൻസി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എമർജൻസി ആയിട്ട് അന്ന് ഇറങ്ങണം, നിർത്തി തരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇല്ല, പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ നിർത്തില്ല എന്ന് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ടെൻഷനായി. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരു സമയത്ത് പെട്ടെന്ന് അത് ഞാൻ ബ്രേക്ക് ചെയ്തു പോയതാണ്. എവിടേക്ക് പോവായിരുന്നു? എവിടെ വെച്ചാൽ ഈ സംഭവം ഉണ്ടാവുന്നത്? ഞാൻ കോഴിക്കോടേക്ക് പോവുമായിരുന്നു. ഇവിടുന്ന് കോട്ടക്കൽ നിന്ന് ബസ് കയറി കോഴിക്കോടേക്ക് പോവുമായിരുന്നു. അപ്പം എനിക്ക് കോഴിക്കോടാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഇറങ്ങാൻ എമർജൻസി ഉള്ളത് കൊണ്ടാണ് ഞാൻ മിംസിൻ്റെ അവിടെ നിർത്തി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പിലുമാണ് നിർത്തി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എമർജൻസി ബ്രേക്കറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതുമല്ല. പക്ഷേ ഐ എം നോട്ട് ജസ്റ്റിഫൈയിങ് ഇറ്റ്. അതായത് ഞാനത് ഒരിക്കലും ന്യായീകരിക്കുകയല്ല. ആ തെറ്റ് ചെയ്തതിനുള്ളത് ഞാൻ ഓൾറെഡി മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്? കൂടുതൽ പരാതികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ ഒരു പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസിൻ്റെ രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ മറ്റൊരാൾ പോയിട്ടുണ്ടെങ്കിൽ അറിയുള്ളൂ. അപ്പം ആ സമയത്ത് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എത്രത്തോളമാണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഇതുകൊണ്ടാണെന്നുള്ളത്. ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് അപ്പോളജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ആയിട്ടും പോലീസുകാരുടെ അടുത്തൊന്നും അല്ലാണ്ടും ഞാൻ അപ്പോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെയും അതുപോലെ കണ്ടക്ടറുടെയും ഒരു തീരുമാനം എടുക്കാണ്ട് അവിടെ സ്റ്റോപ്പിൽ നിർത്താതെ നിങ്ങളെ ഒഴിവാക്കിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, പരാതി രണ്ടുപേരുടെ സൈഡിൽ നിന്നും നമ്മൾ പരാതി ഇല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത്. അതും കഴിഞ്ഞ 10-ാം തീയതി നടന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഒരു പാസഞ്ചറാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരിത് പല സ്ഥലത്തോട്ടേക്കും ഷെയർ ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഏതോ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പേജിലാണ് ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം വന്ന് ഒരു 4-5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ 1 മില്യൺ ആയി. പിന്നെ അത് 2 മില്യൺ ആയി. ഈ 1 മില്യൺ ആവുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള പേജുകളൊക്കെ ഇത് ഏറ്റെടുത്ത് ഇഷ്യൂ ആക്കി തുടങ്ങി. അതിനാണ് അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ആ സിറ്റുവേഷനിൽ തന്നെയാണ് അവിടെ നിർത്താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ബസ് നിർത്താതുകൊണ്ട് ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു വികാരം മാത്രമാണ് എന്നാണ്. അതേക്കുറിച്ച് അവർ ന്യായീകരിക്കുന്നുമില്ല. എന്തായാലും അതിന് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ശാന്തകുമാർ, ന്യൂസ് മലയാളം, മലപ്പുറം.